സായികുമാർ തുടരുന്നുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന്. സായി, സമയം ഇപ്പോൾ 1:15 ഇനി ഡിയോർബിറ്റ് ബേണിന് ഏതാണ്ട് 1.5 മണിക്കൂറിൽ താഴെ സമയം. 1 മണിക്കൂർ 29 മിനിറ്റ് എന്ന നാസയുടെ ഔദ്യോഗിക സ്ട്രീമിങ്ങിൽ നമ്മൾ കാണുകയാണ്. 2 മണിക്കൂർ 15 മിനിറ്റ് മതി സ്പ്ലാഷ് ഡൗണിന് എന്നതാണ്. ഏറ്റവും നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത് ഈ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ഈ മർദ്ദം, വായുവിനുമായുള്ള സമ്പർക്കം, അതൊക്കെ തന്നെ നിർണായകമാണ്. കൽപ്പന ചൗളയുടെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് ചെറിയ ആശങ്കയുള്ളത്. പക്ഷേ ശാസ്ത്രലോകം പറയുന്നത് സാധാരണ ഏത് ബഹിരാകാശ യാത്രികരും തിരിച്ചു വരുമ്പോൾ ഈ സങ്കീർണതകൾ ഉണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാഭാവികമായൊരു ദൗത്യം എന്ന നിലയിലാണ് കാണുന്നത്. പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. എത്രത്തോളം നിർണായകമാണ് ഈ ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ എന്ന് പറയുന്നത്? തീർച്ചയായും വിനിത, ശാസ്ത്ര കൗതുകളെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയുണ്ടാക്കുന്ന, അമ്പരപ്പുണ്ടാക്കുന്ന നിമിഷം തന്നെയാണ് ഈ റീ എൻട്രി ഫേസ്. അത് ആ സമയത്ത് നടക്കുന്ന റീ ഓർബിറ്റ് ബേൺ. അതിലേക്കാണ് ഇനി നമ്മൾ കാത്തു നിൽക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കും. അതിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ ഇതിനോടകം ആരംഭിക്കുകയും ചെയ്തു. ഈ എല്ലാ തരത്തിലും തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ആ തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും ചെയ്തു. ഏകദേശം 17 മണിക്കൂറാണ് രാവിലെ 10:30 തുടങ്ങിയ ദൗത്യം. 17 മണിക്കൂറാണ് ഈ ഭൂമിയെ തൊടുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ ഡി ഓർബിറ്റ് ബേൺ എന്നുള്ള പ്രക്രിയ നടക്കുകയും ചെയ്യും. വളരെയധികം ചൂട് ഈ സമയത്ത് ഈ ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാകും. പക്ഷേ അത് പ്രതികൂലിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ പേടകത്തിൽ എന്ന് തന്നെയാണ്. ഏകദേശം 4 പാരച്യൂട്ടുകൾ ഇതിലുണ്ട്. അതിവേഗതയിലായിരിക്കും ഈ 2:40 ഇത് ഭൂമിയിലേക്ക് എത്താൻ പോകുന്നത്. വേഗത കുറച്ചുകൊണ്ടായിരിക്കും ഈ പാരച്യൂട്ട് അതിനെ ഭൂമിയിലേക്ക് തൊടുകയും ചെയ്തത്. ഏകദേശം 3:15 കൂടി ഫ്ലോറിഡയിലെ ഉൾക്കടലിൽ ഇത് പതിക്കും. ആ സമയത്ത് ഈ പറയുന്ന 4 യാത്രികരെയും വളരെ വേഗത്തിൽ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എല്ലാ അർത്ഥത്തിലും അവിടെ സജ്ജമായി കഴിഞ്ഞു. വളരെ നേരത്തെ തന്നെ സജ്ജമായി കഴിഞ്ഞു. അതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുകളുണ്ട്. വളരെ നേരത്തെ തന്നെ അത് സജ്ജമാക്കി. ഏതെങ്കിലും തരത്തിൽ നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സുനിത വില്യംസും ബിച്ച് മിൽമോറിനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും വ്യായാമ മുറകളും ഒക്കെ സുനിത വില്യംസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. സുനിത വില്യംസിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ലോകം തന്നെ കൈകൂപ്പി പോകുന്ന നിമിഷങ്ങളാണല്ലോ വിനീത ഈ കഴിഞ്ഞ സമയത്തൊക്കെ നടന്നുപോയത്. അവർ ഒരു സൈനിക വനിത കൂടിയാണ്. ആ ഒരു ധൈര്യവും ആ ഒരു ആത്മധൈര്യം അവരിൽ കണ്ടതാണ്. ഏതൊരാളും പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഭൂമിയിൽ അവരുടെ കഴിവിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ പോലും അമ്പരന്നു പോയ, ആശങ്കപ്പെട്ടു പോയ നിമിഷങ്ങളിലും അതിനൊരു അവസരമാക്കി മാറ്റുകയാണ് സുനിത വില്യംസ് ചെയ്തത്. യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ല. പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു, അവരുടെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു, അവരുടെ ആരോഗ്യം വളരെ മോശമാണ് എന്നതടക്കമുള്ള പല വിധത്തിലുള്ള വിവാദങ്ങൾ. നമ്മൾ ഈ ആശങ്കകളുടെ കാര്യം പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്നുള്ള 4 പേരടങ്ങുന്ന സംഘം അവിടെ എത്തുമ്പോൾ സുനിത വില്യംസ് അവരെ കെട്ടിപ്പിടിക്കുകയും പൊട്ടിച്ചിരിക്കുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും ഈ സുഹൃത്തുക്കളെ കണ്ടതിൽ എന്തൊരു സന്തോഷം എന്നൊക്കെ പങ്കുവെക്കുകയും ചെയ്യണം. അപ്പോൾ അവരുടെ ശബ്ദം ഇടറുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷം അത് പ്രവചനാതീതമായിരുന്നു. അത് കണ്ടിരുന്ന നമുക്ക് പോലും വലിയ സന്തോഷം ഉണ്ടാക്കുന്നത് എന്നതായിരുന്നു. കാരണം ഇത്രയധികം കാലത്തിന് ശേഷം ബഹിരാകാശ യാത്രികരെ കാണുന്നു. മാത്രമല്ല മടങ്ങി വരവിനുള്ള സാധ്യതകൾ ഏതാനും മണിക്കൂറുകളാണ് എന്ന തോന്നലൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ സുനിതയെ ആ സമയത്ത് നയിച്ചിരുന്നത്. പക്ഷെ അപ്പോഴും അക്ഷോഭ്യനായി ബുച്ച് വിൽമോറും സമീപത്തുണ്ടായിരുന്നു എന്നാണ്. ഇരുവരും പരസ്പരം നൽകിയിരുന്ന ഒരു പിന്തുണയും ആത്മധൈര്യവും ഒക്കെ തന്നെയാണ് ഇത്രയധികം കാലം അവിടെ അതിജീവിക്കുന്നതിന് അവർക്ക് സഹായകവുമായിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായും സുനിത വില്യംസ് അന്ന് ആനന്ദ നൃത്തമാടുന്നതൊക്കെ നമ്മൾ തത്സമയം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ലോകം തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ തത്സമയം ഈ ദൃശ്യങ്ങൾ ഇത്ര കൗതുകത്തോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അവർ അവിടെ പാടുന്നു, നൃത്തം ചവിട്ടുന്നു. അവിടുന്ന് സംസാരിക്കുമ്പോഴൊക്കെ സുനിത വില്യംസ് പറയുന്നത് മടങ്ങിപ്പോകുമ്പോഴുള്ള സങ്കടത്തെക്കുറിച്ചാണ്. അവർ പറയുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ കാത്തുനിന്ന 8 ദിവസം കഴിഞ്ഞ യാത്രയ്ക്ക് വന്ന് 8 മാസം ഇവിടെ തങ്ങേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ വലിയ അവസരമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. പലതരത്തിൽ ഭൂമിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ തൻ്റെ യാത്രയെക്കുറിച്ച് നടക്കുമ്പോൾ ആരോഗ്യാവസ്ഥ മോശമാണെന്നതൊക്കെയുള്ള
ചർച്ചകൾ നടക്കുമ്പോഴും അവിടെ ഓരോ ആഘോഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നു, ക്രിസ്മസ് വിഷ് ലോകത്തിലുള്ള തൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയുന്നു, അവിടെ പാട്ട് പാടുന്നു, ചീരകൃഷി നടത്തുന്നു, അങ്ങനെ പലതരത്തിലുള്ള ഇടവേളകളൊക്കെ വലിയ രീതിയിൽ ആനന്ദകരമാക്കുന്നു. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവർ നടത്തുന്നു, പലതരത്തിലുള്ള റെക്കോർഡുകൾ തിരുത്തിയെഴുതുന്നു. സ്പേസ് വാക്ക് അടക്കം എത്രയോ സമയം നടത്തിയാണ് അവർ പറയുന്നത്. അവിടെ കമാൻഡോ ആയി അവരെ നിയമിക്കുന്നു. അങ്ങനെ ഒരു ശാസ്ത്രജ്ഞയ്ക്ക്, ഒരു ബഹിരാകാശ ഗവേഷകയ്ക്ക് കിട്ടാവുന്ന എല്ലാ ബഹുമതികളും നേടിക്കൊണ്ട് ചരിത്രം കുറിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് ഭൂമിയിലേക്ക് വരികയും ചെയ്യുന്നത്. നേരത്തെ നമ്പിനാരായണൻ അടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെടുന്ന ആളുകളൊക്കെ പറയുന്നത് ഇത് ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചൊരു വലിയ കാര്യമല്ല, ഇതൊരു പ്രോസസ്സ് മാത്രമാണ്, ഒരു റീ എൻട്രി പ്രോസസ്സ് മാത്രമാണ്. പക്ഷേ ലോകം സുനിത വില്യംസിനെ അറിയുന്ന ഇന്ത്യക്കാർ, നേരത്തെ പ്രധാനമന്ത്രി അടക്കം സുനിത വില്യംസിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. വളരെ ഹൃദയസ്പർശിയായ വാക്കുകളാണ് നരേന്ദ്രമോദി അതിൽ കുറിച്ചിരിക്കുന്നത്. താങ്കൾ ഇന്ത്യയുടെ മകളാണ്, മടങ്ങിയെത്തിയാൽ തീർച്ചയായും ഇന്ത്യയിലേക്ക് വരണം, ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആ വരവിനായി കാത്തു നിൽക്കുന്നു എന്ന് പ്രധാനമന്ത്രിയുടെ എഴുത്തിലുണ്ട്. സ്വാഭാവികമായും അത് ഇന്ത്യൻ ജനതയുടെ വാക്കുകളായിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ആ ഒരു മടങ്ങി വരവ് ഇന്ത്യ, നമ്മുടെ രാജ്യം എത്രത്തോളം ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ വൈകിയ വേളയിൽ പോലും ഈ ഒരു ലൈവ് സ്ട്രീമിങ്ങിനായി ഇനിയിപ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയത്തിനകം തന്നെ ഭൂമിയെ തൊടും. പല വിധത്തിലുള്ള അവിടെ ഒരു 5 മിനിറ്റ് സമയം എന്നുള്ളത് വളരെ നിർണായകമാണ് എന്ന് പറയുന്നു. ഒരു സമയം ഇവിടുത്തെ ഗവേഷണ കേന്ദ്രവുമായിട്ടുള്ള ആശയവിനിമയം പോലും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരുപക്ഷെ ഇല്ലാത്ത സ്ഥിതി വരും. പക്ഷേ അത്തരം ഘട്ടങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മറികടക്കാനുള്ള പരിശീലനം ഇതിനോടകം തന്നെ സുനിത വില്യംസിനും ടീമിനും നൽകുകയും ചെയ്തിട്ടുണ്ട്.